നിന്ന നെപ്പിൽ സ്വഭാവം മാറുന്ന ഭാര്യയെ ഭർത്താവിന് പേടിയാണ്. എങ്ങനെയാണ് ഭാര്യ പൊട്ടിത്തെറിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയ കാര്യം മതിയാവും, വളരെ ഒച്ചത്തിൽ സംസാരിക്കും, കുട്ടികളോടൊക്കെ ഷൗട്ട് ചെയ്യും. അച്ഛനും അമ്മയൊന്നും പാടില്ല, വീട്ടിൽ കുടുംബക്കാർ വരാൻ പാടില്ല, കൂട്ടുകാരോടൊപ്പം പോകാൻ പാടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സംശയം, തന്നോടൊപ്പം എപ്പോഴും വേണം, യാത്രകൾ പോകണം, അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോകണം. ഇതാണ് ഭാര്യയുടെ ഒരു സ്റ്റൈല്. പക്ഷെ ഭർത്താവിന് ഇതൊന്നും കൈകാര്യം ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നന്നായിട്ട് കളവ് പറയും, കുടുംബക്കാരൊക്കെ തെറ്റിക്കുക, ഭയങ്കര പകയും വിദ്വേഷമൊക്കെ ഇട്ട് നടക്കുക, കയ്യിൽ കിട്ടിയതൊക്കെ ദേഷ്യം പിടിക്കുമ്പോൾ വലിച്ചെറിയും. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്നൊന്നും അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞാൽ ഭാര്യ ഏറ്റവും നന്നായിട്ട് പെരുമാറും ചെയ്യും, സ്നേഹിക്കുകയും ചെയ്യും. ഭർത്താവിന് മനസ്സിലാകുന്നില്ല തൻ്റെ പങ്കാളി എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത്. ഈ സമയങ്ങളിലൊക്കെ പലപ്പോഴായിട്ട് ഭർത്താവ് ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, ഒന്നും അങ്ങോട്ട് യേശൂല. ചിലപ്പോൾ ഒക്കെ കേട്ടിരിക്കും, പക്ഷെ പിന്നീടും അതേപോലെയൊക്കെ പെരുമാറും. ഈ സമയത്ത് നിങ്ങൾ ഇവർക്ക് ഉപദേശങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. അവരുടെ ഇമോഷണൽ ബ്രെയിനാണ് ഇത്തരത്തിൽ ആ സമയത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്നത് ലോജിക്കൽ പാർട്ടിൽ നിന്നാണ്. ഇത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമാണ്. ഇവരെ നിങ്ങൾ ആ സമയം ഉപദേശിക്കുകയോ തിരിച്ചു വഴക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ആ സമയം അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുക. ഇത്തരക്കാരെ നല്ലൊരു പ്രൊഫഷണലിന്റെ സഹായത്തോടെ ഇത് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുകയും അവർക്ക് കൃത്യമായ തെറപ്പികളും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവരെ ഹെൽപ്പ് ചെയ്യണം. ഇത്തരക്കാർക്കൊക്കെ കൗൺസിലിംഗ് പോലത്തെ സംവിധാനങ്ങളോടൊക്കെ പുച്ഛ മനോഭാവമാണ് ഉണ്ടാവുക. ഇവരുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയും. ഒരുപാട് ഭർത്താക്കന്മാർ ഇത്തരത്തിലുള്ള ഭാര്യമാരെ കൊണ്ട് പൊറുതുമുട്ടിയിട്ടുള്ള ഫോൺ വിളികൾ ഒരുപാട് വരാറുണ്ട്. എന്താണ് തൻ്റെ ഭാര്യ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തവരായിട്ട്.